Hi friends, welcome to Vignu's kitchen. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ചൂട് പഴംപൊരിയാണ്. തിരുവനന്തപുരം സൈഡിൽ നമ്മൾ ഇതിനെ വാഴയ്ക്കപ്പമെന്നും പറയും. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാമല്ലേ, ചായക്കടയിലെ പഴംപൊരി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അവർ ആ വാഴയിലയിൽ പൊതിഞ്ഞൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളത് കൊണ്ട് ചൂടോടുകൂടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടി സ്വാദായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് ആ ചായക്കടയിലെ പഴംപൊരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ചായക്കടയിലെ പഴംപൊരി വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ചായക്കടയിലെ പഴംപൊരി വീട്ടിലുണ്ടാക്കാം. നമുക്കപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ഏത്തപ്പഴം ഇവിടെ തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി നമുക്ക് വേണമെങ്കിൽ ചെടിക്കൊക്കെ റോസയ്ക്കൊക്കെ ഇടുകയാണെങ്കിൽ അത് നന്നായിട്ട് പൂക്കും. കുഞ്ഞു കുഞ്ഞായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ഏത്തപ്പഴത്തിന് തന്നെ 3ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് തന്നെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം കുറച്ച് നല്ല നീളമുള്ള പഴമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴം ഫുള്ളായിട്ട് വേണമെങ്കിൽ 3 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ 2 പീസായിട്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടി കുറച്ച് കുറഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനനുസരിച്ച് ഫുള്ളായിട്ടുള്ള ഒരു പീസായിട്ട് ഇടണമെന്നുണ്ടെങ്കിലും ഇട്ട് പൊരിച്ചെടുക്കാം, കുഴപ്പമില്ല. ഞാനപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൈദമാവ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ 1.5 ഗ്ലാസ് മൈദമാവാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ലേശം ഞാൻ ഉപ്പ് ആഡ് ചെയ്യുമോ. ഒരു 1/2 ടീസ്പൂണിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇതിലേക്ക് ഞാനൊരു 2.5 ടീസ്പൂൺ ദോശ ബാറ്ററാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് എല്ലാം കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ കുറുക്കിയെടുക്കത്തില്ല, അതേ രീതിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അത് കുറുക്കിയെടുക്കണം. ഞാനിതിപ്പം ഇതിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തായിരുന്നു. അതിലൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി അധികം വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തരിയൊന്നും കാണാൻ പാടില്ല. അതിൽ നല്ല ദോശ ബാറ്റർ എങ്ങനെ ഇരിക്കുമോ അതേപോലെ ആക്കിയെടുക്കണം നമ്മൾ മാവ്. നല്ല കുറുകി വന്ന് ഒരു തരി ഇല്ലാതിരുന്നാൽ മാത്രമേ നമ്മളത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക്. ഞാനിവിടെ ഒരു പാനിൽ പഴംപൊരി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെജിറ്റബിൾ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനപ്പോൾ നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ ഇവിടെ ഓരോന്നായിട്ട് എടുത്ത് മാവിൽ നന്നായിട്ട് മുക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മാവിൽ മുക്കിയെടുത്ത ഓരോ പഴമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, നല്ല ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റണം. 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. മാറ്റിയിട്ട് ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. നന്നായിട്ട് മുരിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ അടുത്ത സെറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും ഇപ്പോൾ നന്നായിട്ട് 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റാം. കണ്ടോ, പഴംപൊരി നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചായക്കടയിൽ കിട്ടുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്.
നിങ്ങളും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.